മഴ നനയുന്നവർ. കഥാരചന ശ്രീ രാജു സമഞ്ജസ. ആഖ്യാനം സിജിമോൾ സജീവൻ. ആ വരിക്കിത്തിരി നീളക്കൂടുതലുണ്ടായിരുന്നു. മാത്രമല്ല, അവൾ 50 ആൾക്കെങ്കിലും പുറകിലുമാണ്. കുറച്ച് നാളുകളായി ഇവിടെ എല്ലാത്തിനും വരികളാണല്ലോ റബ്ബേ എന്നവൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെ, ഭക്ഷണത്തിനും മരുന്നിനും വെള്ളത്തിനുമെല്ലാം നീണ്ട വരികൾ. പക്ഷേ ഈ വരി അതിനൊന്നുമായിരുന്നില്ല. അത് തൂറാൻ കാത്തു നിൽക്കുന്നവരുടെ വരിയായിരുന്നു. 500ഓളം ആളുകൾ തിങ്ങി നിറഞ്ഞ ആ പ്ലാസ്റ്റിക് കൂടാരങ്ങളിൽ ആകെയുള്ളത് ഒരേ ഒരു കക്കൂസ്. എൻ്റെ രാത്രിയിൽ മക്കളുടെ കരച്ചിൽ കേട്ടിരുന്നല്ലോ. സൈറ വയറിൻ്റെ അസ്വസ്ഥതയെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചുകൊണ്ട് തൻ്റെ മുന്നിലെ ഷെസ ഖാലിദിനോട് ചോദിച്ചു. അത് പുതപ്പിനായിരുന്നു. വയറ്റിലെ കൊട്ടുപാട്ടുകൾക്കിടയിൽ അന്തരംഗം അറിയിക്കാതെ അവളും പെട്ടെന്ന് പറഞ്ഞവസാനിപ്പിച്ചു. ഓ, സൈറ വേറെയൊന്നും ചോദിച്ചറിഞ്ഞില്ല. അറിയാൻ എന്തിരിക്കുന്നു? മഴവെള്ളവും വിസർജ്യവും ചെളിയുമൊക്കെ കൂടി കുഴഞ്ഞു മറിഞ്ഞ് കയറിക്കിടക്കുന്ന കൂടാരക്കെട്ടിനകത്ത് പുതയ്ക്കാനൊരു കമ്പിളി കഷ്ണം പോലുമില്ലാതെ ചാണകപ്പുഴുക്കളെപ്പോലെ ചുരുണ്ടുകിടക്കുന്ന മനുഷ്യരിൽ ഒരാളല്ലേ താനും. തൻ്റെ ഊഴം വരെ ഈ ഉന്തിയ വയറും വെച്ച് പിടിച്ചു നിൽക്കാനാവില്ല. തട്ടല്ലല്ലോ മുട്ട്. അവൾ കരുണ നരച്ച ആകാശത്തേക്ക് നോക്കി. ദൈവം ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്നെങ്കിലും അറിയാനായി. ഇല്ല, ദൈവം പോലും പേടിച്ചൊളിച്ചിരിക്കുന്നു. അതോ പരിഹസിക്കുകയാണോ? കാരണം മാനം വീണ്ടും വീണ്ടും കറുത്തിരുന്നു. ഇന്നലെ രാത്രിയിലും മഴ മടിക്കാതെ നൂലിറങ്ങിക്കളിച്ച് ഉടയോൻ്റെ നക്ഷത്രക്കോട്ടകളെ മറച്ചിരുന്നു. ദൈവമെങ്കിലും സുരക്ഷിതനാവട്ടെ ഈ ദുനിയാവിൽ എന്നവൾ ആശ്വസിച്ചു. അല്ലെങ്കിലും ഒരു സുരക്ഷിതത്വം ആരാണ് ആഗ്രഹിക്കാത്തത്? കഴിഞ്ഞ വർഷക്കാലത്ത് ഇടിമിന്നലിന് പേടിയായിരുന്ന തന്നെ ഫവാസ് ചേർത്ത് പിടിച്ച് കിടന്നിരുന്നത്, തമാശയ്ക്കായി കളിയാക്കിയിരുന്നത് അവൾ നഷ്ടമായ തൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ആ കരവലയങ്ങളെക്കുറിച്ച് ഓർത്തു. ഇടിമിന്നലിനെ പേടിച്ച് പത്തായത്തിൽ ഒളിച്ചിട്ടും കാര്യമില്ല സൈറ. മഴ എത്ര വേണേലും പെയ്തോട്ടെ, എനിക്കിഷ്ടമാണ്. കാരണം മഴയോളം സുന്ദരിയായിട്ട് ആരുണ്ട് ഭൂമിയിൽ? നീയുണ്ട്. കളിയാക്കല്ലേ. ആ മഴയൊന്ന് പെയ്തോട്ടെ. ചിരികൾക്ക് നീളക്കുറവുണ്ടായി. ചില ചിരികൾക്ക് നീളക്കുറവുണ്ടാവും. ഈ മാരിക്കാലത്തിന് മുമ്പ് തമാശയെല്ലാം മതിയാക്കി ഫവാസ് പാഞ്ഞടുത്ത മിസൈലിൻ്റെ ശക്തിയെ തടുക്കാനാവാതെ തകർന്ന കെട്ടിടത്തിനടിയിലേക്ക് പൂഴ്ന്നു മടങ്ങിയിരിക്കുന്നു. മരണം മാടി വിളിക്കുന്ന രീതികൾ ആർക്കാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്? അപ്രതീക്ഷിതമായി ഫവാസിന് വടക്കൻ ഗാസയിലേക്ക് പോകേണ്ടി വന്നു. അവരുടെ പിതാവിൻ്റെ സഹോദരിയുടെ മുഴുവൻ കുടുംബവും ബോംബിട്ടതിൽ കൊല്ലപ്പെട്ടു. അവശേഷിച്ച ഏക കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരാൻ പുറപ്പെട്ടതായിരുന്നു. ഫവാസ് ഇല്ലാതെ 10 നാൾ പോലും തനിക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ലല്ലോ എന്നവൾ പരിതപിച്ചു. വിധവയാവുകയെന്നാൽ പകുതിയായെന്നല്ലേ? 10 അംഗ കുടുംബത്തിൽ താൻ മാത്രം ബാക്കിയായ നിരാശത കാട്ടുവള്ളി പോലെ പടർന്നു കയറി. അഴലും ആകുലതയും പെരുമഴയായി പെയ്തിറങ്ങി. സങ്കടക്കാഴ്ചകൾ ചുരുണ്ടണഞ്ഞ മണൽക്കാറ്റിനെയും വകഞ്ഞു മാറ്റി പായുന്നത് അവൾ അറിഞ്ഞു. ഒലിവുമരത്തോട്ടത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പറന്നു ചെന്നത് ഫവാസ് പിതാവാകാൻ പോകുന്നുവെന്ന് അറിയിക്കാനായിരുന്നു. സന്തോഷം. ആ ഒലിവു മരങ്ങളെ എല്ലാം അറിയും വിധം ഉച്ചത്തിലാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഫവാസിന് കുറച്ചു നേരത്തേക്ക് സംസാരിക്കാൻ പോലുമായില്ല. പിന്നെ ഉപദേശമായിരുന്നു. ശ്രദ്ധ, വിശ്രമം, ആഹാരം, ഇഷ്ടം, അങ്ങനെ പലതും. പിന്നെ പണിക്കാരെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് തോട്ടവാതിൽ കടക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, ആണായാലും പെണ്ണായാലും ഈ തോട്ടം വിറ്റിട്ടായാലും വേണ്ടില്ല, നമുക്ക് കുഞ്ഞിനെ നന്നായി പഠിപ്പിക്കണം. യെസ്, എഡ്യൂക്കേഷൻ ഈസ് പവർ. എക്സാക്ട്ലി. ലോകമറിയുന്ന നല്ലൊരാളായി വളർത്തണം. ഞങ്ങൾ യാത്രക്കിടെ കണ്ട കടയിൽ കയറി ആവശ്യമുള്ള പോഷകമടങ്ങിയതൊക്കെയും വാങ്ങി തന്നുകൊണ്ട് ഫവാസ് വീണ്ടും ഉപദേശമെടുത്തിട്ടു. വിശന്നിരിക്കരുത്. സൈറയുടെ ഓർമ്മകളിലേക്ക് ഇവ പാലം കെട്ടാൻ കാരണമുണ്ട്. ഇന്നലെ വണ്ടി വന്നപ്പോൾ വരി നിൽക്കാൻ വയ്യാത്തതിനാൽ പോയില്ല.
പോയവരിൽ അവസാനക്കാർക്ക് പലർക്കും അന്നം കിട്ടിയതുമില്ലെന്നറിഞ്ഞത് നിരാശയ്ക്കൊപ്പം വിശപ്പും കൂടി കുഴമറിഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ടുവരുന്ന ഉമയെയും മകളെയും കണ്ടപ്പോഴാണ്. ഉള്ളതിൽ നിന്നും പാതി അവർക്ക് പകുത്തു കൊടുത്തതിൻ്റെ നേരിയ പ്രതിഷേധം വയറ്റിൽ നിന്നും ഇപ്പോൾ വരുന്നുണ്ട്. അവൻ പ്രതിഷേധിക്കാതെ തരമില്ല. യുദ്ധം ആരെയാണ് സമാധാനിപ്പിച്ചിട്ടുള്ളത്? സൈറയ്ക്ക് കൂടുതൽ ആലോചിച്ച് നിൽക്കാനാവുമായിരുന്നില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഏതൊരാളുടെയും തീരുമാനം വേഗത്തിലാവും. അവൾ വരിയിൽ നിന്നും പുറത്തേക്കിറങ്ങി നിറവയറും താങ്ങി വേഗത്തിൽ 50 അടി മുന്നിൽ കണ്ട വഴിയിലേക്ക് നടന്നു. പിന്നെ അവർക്കിടയിലേക്ക് പർദ്ദ കൊണ്ട് മുഖം മുഴുവനും മൂടി വഴിയരികിൽ കുന്തിച്ചിരുന്ന് വയറിളക്കത്തെ തുറന്നുവിട്ടു. സ്വകാര്യതയ്ക്കായി മുഖം മറച്ചവരിൽ ആണും പെണ്ണും കുഞ്ഞനും കുട്ടിയും വൃദ്ധരുമുണ്ടെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും സകലതിനെയും പഴിച്ചുകൊണ്ട് ഗത്യന്തരമില്ലാത്ത ദുർബല നിമിഷത്തിൽ സ്വന്തം അന്തസ്സിനെ അവൾ അവിടെ ഉപേക്ഷിച്ചു. കിട്ടിയിടം കാര്യം സാധിച്ച ആ മലമൂത്രാദികൾ മഴയിൽ ഒഴുകി പരന്നു നീങ്ങുന്നത് ലോക ജനതയുടെ അന്തസ്സിനും അഭിമാനത്തിനും മീതെ കൂടിയാണെന്ന് അവർക്ക് ആർക്കും അറിയണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല. ആ നേരങ്ങളിൽ അമ്പരപ്പന്തലിന് കീഴെ ഒരു കൊള്ളിയാൻ വിളങ്ങി വെള്ളക്കീറലുണ്ടാക്കി. പിന്നാലെ കറുത്ത മേഘവും കരഞ്ഞു തുടങ്ങി. അവ വീണ്ടും നൂൽക്കീയലായി തക്കം നോക്കി താഴേക്ക് വീണ് പിടഞ്ഞ് പതഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഇടിവെട്ടിനെയൊന്നും ഇത്തവണ സൈറ ഭയന്നില്ല. കാരണം ആ മഴ മാത്രമാണ് അവളുടെ തിരിച്ചു പിടിക്കാനാവാത്ത മാനത്തിന് ലേശമെങ്കിലും മറ തീർത്തത്. അന്നേരം ഉന്നം തെറ്റിയ ഒരു ബോംബെങ്കിലും ഈ തലയ്ക്ക് മുകളിൽ വീണെങ്കിലെന്ന് അവൾ മാത്രമല്ല, അവരെല്ലാവരും അതിയായി ആശിച്ചു, ഉള്ളിൽ പ്രാർത്ഥിച്ചു. ആർത്തലച്ച മഴയെ ഗതികെട്ടൊരു മഴയെന്ന ഒന്നടങ്കമുള്ളൊരു പ്രാക്ക് കൂടി ഏറ്റുവാങ്ങിയാണത് നിലംപതിച്ചെങ്കിലും കുടിവെള്ളം തീർന്നുപോയ വൃദ്ധ മാത്രം അതിനെ ആവോളം സ്തുതിച്ചു. തീ കൂട്ടാനോ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനോ കഴിയാതെ മക്കളുടെ വിശന്നലറലുകൾ കേട്ട് മാതാപിതാക്കൾ ഭ്രാന്തരെ പോലെ പായാൻ തുടങ്ങി. ബോംബിനേക്കാൾ അവർ ഭയന്നതും വെറുത്തതും ശപിച്ചതും ഈ മഴയെ തന്നെയാണ്. അല്ലെങ്കിലും മനസമാധാനമുള്ളവന് മാത്രമാണ് മഴ ഹരമാകുന്നത്. ആശുപത്രിയിലെ വരികളും അവളെ വിഷമിപ്പിച്ചു. പൂർണ്ണ ഗർഭിണി പരിഗണനയൊന്നും കാണാനില്ല, ഉണ്ടാവില്ല. കാരണം ഒരു ഡ്രോൺ ശബ്ദം മതി. പിന്നാലെ വരുന്ന മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി സർവ്വതും ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും എടുത്ത് ഓടാൻ പറ്റുന്നവർ ഓടും. ദിക്കറിയാതെ രോഗികളും കുട്ടികളും സ്ത്രീകളും എവിടേക്ക് ഓടാൻ? എത്ര വേഗത്തിലോടാൻ? ബോംബ് വീഴും. നിസ്സഹായരായവർ ചിതറിത്തെറിക്കും. രക്ഷാപ്രവർത്തനത്തിന് ആരും മുതിരില്ല. കാരണം അവശേഷിക്കുന്നവരെ തേടി വൈകാതെ അടുത്തതെത്തും. ഇങ്ങനെ 3-4 റൗണ്ടുകൾ കഴിയുമ്പോൾ പിന്നെ എവിടെ ആരെ അവശേഷിക്കാനാണ്? ഗുരുതരാവസ്ഥയിലുള്ളവരുടെ ചികിത്സ കഴിഞ്ഞിട്ടൊരു പരിശോധനയും പെറലും സൈറ പ്രതീക്ഷിക്കാത്തതിനാലാണ് മടങ്ങിപ്പോന്നത്. അന്ന് മൂവന്തിയിൽ സൈറ അത്യധികം ആഹ്ലാദവതിയായിരുന്നു. മഴ പെയ്തിരുന്നെങ്കിലെന്നവൾ ശരിക്കും കൊതിച്ചു. അങ്ങകലെ മൂലകുത്തി ചെരിഞ്ഞു വീണ കാർഡ്ബോർഡ് പെട്ടി പോലെ കിടക്കുന്ന അംഗത്തിൻ്റെ തീഷ്ണത പ്രതിഫലിപ്പിച്ച ആ കെട്ടിടത്തിനടുത്തേക്ക് അവൾ നടന്നു. ആരും അവളെ ശ്രദ്ധിച്ചില്ല. മരവിപ്പുകൾ ഇരച്ചേറിയ നാളുകളാൽ ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ പറ്റാതായിരിക്കുന്നു. പക്ഷേ ഫവാസ് മാത്രം കെട്ടിടത്തിനടിയിൽ നിന്നും തന്നെ ഉറക്കെ ഉറക്കെ വിളിക്കുന്നതായി അവൾക്ക് തോന്നി. പറഞ്ഞു തീരാത്ത സ്വപ്നങ്ങൾ പങ്കിടാനാവും ചിലപ്പോൾ. അവളുടെ ചുണ്ടിൽ നിലാചന്തമുള്ളൊരു താരാട്ട് പാട്ടുണർന്നു. നിറവയറിൽ സഞ്ചാരം. നാഭി വികസിക്കുന്നു. കരച്ചിൽ 2 പേരുടെയും. അതിലൊന്ന് പതുക്കെ നിശ്ചലമാകുന്നു. പതിയെ ആ താരാട്ടും. സൈറ കൊതിച്ച തെന്നൽ മഴ ആരംഭിച്ചെങ്കിലും അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ ആധിയിലേക്ക് അകപ്പെടാനായി അനേകർക്കിടയിലേക്ക് ഒരു അനാഥനെ കൂടെ നൽകി അവൾ അകന്നു പോയിരുന്നു. സത്യത്തിൽ മരിച്ചു വീണവരാണല്ലോ ശരിക്കും ഇവിടെ വന്ന് രക്ഷപ്പെട്ടവർ. യുദ്ധത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ പെറ്റിട്ട ആ പൈതലിൻ്റെ തേങ്ങലൊന്നും ആരും കേട്ട് കാണാൻ വഴിയില്ല. ഉണ്ടോ? മഴത്തുള്ളി പോൽ അങ്ങനെ എത്ര പേർ.